ഈ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോസ് കാണിച്ചത് സത്യം പറഞ്ഞാൽ ബേസിലേട്ടൻ പറഞ്ഞിട്ട് വരില്ല, ഫോൺ മാറ്റേണ്ടി വന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഫോണിൽ സ്പേസ് ഇല്ല. എന്നോട് പറഞ്ഞു എൻ്റെ ഫോണിൽ ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞു അത് ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊക്കെ ഡിലീറ്റ് ആക്കി. കുറച്ച് സ്പേസ് ഉള്ള ഒരു ഫോൺ വാങ്ങിക്കൂടെ? പുള്ളി പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തോ, കാരണം ആൾക്കാരുടെ ഒരു ഇഷ്ടം കിട്ടുന്നതല്ലേ. അന്ന് ഞങ്ങൾ തെറ്റായിട്ട് കണ്ടതും റിസ്ക് എടുത്ത് ചെയ്തതുമാണ് ആദ്യമായിട്ട് ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ. ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് അങ്ങനെ പോയി കണ്ട സിനിമ പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ഞങ്ങൾ പോയി, ഞങ്ങൾ തിയേറ്ററിന്റെ മതിലിന്റെ പുറത്ത് ഒളിച്ചിരിക്കുക, അങ്ങനെ കള്ളന്മാരെ പോലെ പമ്മി കാരണം ആള് കാണരുതല്ലോ ഇങ്ങനെയൊക്കെ എന്താ റെയ്ഡിലൊക്കെ പിടിച്ച പോലെ. അങ്ങനെ കയറി തിയേറ്ററിന്റെ ഉള്ളിലെത്തി. ആദ്യത്തെ സീനൊന്നും എന്താന്ന് ഓർമ്മയില്ല, കാരണം നമ്മളിങ്ങനെ നോക്കണം ഇത് എവിടുന്ന ഈ ശബ്ദം. പെട്ടെന്ന് ഇന്റർവെല്ലായി, ലൈറ്റും കിട്ടില്ല. ലൈറ്റും കിട്ടുമ്പോഴതിന് നജീമെ മുഖം പൊത്തിക്കും, എല്ലാരും കൂടി മുഖം പൊത്തുകയാണ്. ഇവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വരിക്ക് കൊണ്ടുപോകണത് പഴശ്ശിരാജ കാണിക്കാൻ. ഗവൺമെന്റ് ചെലവിൽ അതാ പോണ. പക്ഷെ നമ്മൾ ഈ അർദ്ധരാത്രി ഓരോരുത്തരെ കാണുമ്പോൾ പാവം തോന്നി കയറ്റും. പക്ഷെ രണ്ടും എനിക്ക് ക്രിമിനൽ പോയിന്റിലുള്ള ആൾക്കാരെ ഞാൻ ലിഫ്റ്റ് കൊടുത്തത്. ഒരാളെന്നോട് പറഞ്ഞ കാര്യം, ഒരിക്കലും നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പുള്ളി കാപ്പ ലിസ്റ്റിലുള്ള ആളാ. പുള്ളി ചോദിച്ചു എന്ത് ധൈര്യത്തിൽ അർദ്ധരാത്രി ഒരാളും പേരും അറിയാത്തൊരു സ്ഥലത്തൊന്നും നീ ആളെ കയറ്റാൻ പാടുണ്ടോ? ഞാൻ ഇങ്ങനെ ഓടിക്കുക. കാരണം കാപ്പ ലിസ്റ്റ് എന്താ അറിയോ? ഞാൻ ലോ കോളേജിൽ പഠിച്ചല്ലോ, എനിക്കറിയാം കാപ്പ ലിസ്റ്റ് എന്താന്നൊക്കെ. ഞാൻ അതിലുള്ള ആളാ. അത് എന്തൊരു അഭിമാനത്തോടെ പറയണത്. ഇപ്പൊ ധീരതക്കുള്ള അവാർഡ് കിട്ടിയ ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ പറഞ്ഞു പോണൊരു പ്രശ്നം എനിക്ക് ഉണ്ട്. അങ്ങനെ അത് ഞാൻ ദിൽഫ വന്നിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ പറയൂ എങ്ങനെ. ഞാൻ പണ്ട് മുതൽ എന്നെ പറ്റി കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ വെറുതെ ഇരിക്കുമ്പം ഭയങ്കര സീരിയസ് ആണെന്നുള്ളൊരു പ്രശ്നം. ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെയുണ്ട്. അത് അഹംഭാവൊന്നും അല്ല, ഇതിന്റെ ടോണാണെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെയാണ്, എന്റെ ഉപ്പ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട്, സംസാരം, കഥ, ചിരി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആള്, ചിലപ്പോൾ ആരെങ്കിലും 2 ആൾ വന്നിട്ട് ഇങ്ങനെ ആളല്ലേ കാണലിട്ടോ വീഡിയോ ഓക്കെ സന്തോഷം താങ്ക് യു എന്നൊക്കെ പറയും. അവരപ്പുറത്തെ സീറ്റിൽ പോയിരിക്കും. പിന്നെ നമ്മൾ മ്യൂട്ടായി. കാരണം അത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോവും. അപ്പൊ പെട്ടെന്ന് നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സിനോ അല്ലെ വൈഫാണെങ്കിലോ കസിൻസ് ആണെങ്കിലോ ഒക്കെ അവർക്കും എന്റെ കൊലീഗ്സ് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഷൈന ഈ 3 ആൺകുട്ടികൾ ആ പുരയിലിട്ട് പോരുന്നതെന്ന്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുര പൊളിച്ച് പന്തലിട്ടുണ്ടാവുന്നുള്ള കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം വിശ്വാസം അറിയില്ല. ഞങ്ങൾ ഇതുവരെ തമ്മിൽ ഒരു അടി ഉണ്ടായില്ല. വർത്താനം പറയാന്നുള്ള സാധനമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അതായത് എനിക്ക് ഫോണിൽ കളിക്കുന്നതിനേക്കാളും സിനിമ കാണുന്നതിനേക്കാളും എല്ലാത്തിനെയൊക്കെ ഇഷ്ടം ചായ കുടിക്കുക, സംസാരിക്കുക. ഇതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. ഫോണ് എത്ര വേണേലും മാറ്റി വെക്കാം. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. ഓൾറെഡി വീഡിയോസ് കണ്ട ഒരുപാട് ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ആളുകൾ വന്ന് വീണ്ടും എങ്ങനെ റിയാക്ഷൻ ചെയ്യണേ? കുറച്ച് മോശം. അതെനിക്ക് ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെയും കാണുമ്പോൾ ഒരു ചെറിയ പേടിയാണ്. കാരണം എന്താ പേടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ എന്നെ കാണുന്ന ഇഷ്ടം എന്നോട് ഇല്ലാണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഒന്ന്, ഞാൻ പണ്ട് മുതൽ എന്നെ പറ്റി കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ വെറുതെ ഇരിക്കുമ്പം ഭയങ്കര സീരിയസ് ആണെന്നുള്ളൊരു പ്രശ്നം. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പണ്ട് പറയണം. ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെയുണ്ട്. ഫേസ് എക്സ്പ്രഷൻ ഒക്കെ ആണോ? അതായത് വെറുതെ സീരിയസ് ആയിട്ട് ഇരിക്കണം, ഒരു ദേശീയക്കാരൻ ഇരിക്കുന്ന പോലെയാണ് എന്നെ കാണാനെന്നുള്ളതാണ്. അതിപ്പോൾ എന്ത് ചെയ്യാനില്ല, നമുക്കത് മാറ്റാൻ കഴിയില്ലല്ലോ, നമ്മളങ്ങനെയാണ്. പക്ഷെ ചിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ട്. അപ്പൊ ചില ആൾക്കാർ നമ്മളടുത്ത് വരുമ്പോൾ അവർക്ക് വരാനൊരു ചിലപ്പോൾ ഒരു ഇതുണ്ടാവും, മടി ഉണ്ടാവും. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫോർമലായിട്ട് അവരെ ഡീൽ ചെയ്യാം. അപ്പം അതും ചില ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്ന വീഡിയോയിലുള്ള പോലെ ആ ഒരു മലപ്പുറം ആ ഒരു സംസാരത്തിൽ അങ്ങനെ എന്റർടൈൻ ചെയ്യിച്ച് ചെയ്യുന്ന അതൊരു പ്രശ്നം. അവർക്ക് ചെറിയ ഒന്ന് വന്ന് 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷനാ. അതെന്താ ഇങ്ങനെയെന്നുള്ള, ഇനി ജാടയാണോ അങ്ങനെയൊന്നും അല്ല. ഇത് ഞാൻ വളരെ നല്ലതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും എന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ. പക്ഷെ ആ വരാനുള്ള മടി പലർക്കും ഉണ്ടാവാറുണ്ട്. എൻ്റെ ലുക്ക് ഇങ്ങനെ ഇതിന്റെ ഒരു ആ ഭാവം കാണുമ്പോൾ ഉള്ളതാ. പക്ഷെ അഹംഭാവം ഒന്നും അല്ല, ഇതിന്റെ ടോണാണെന്ന് പറഞ്ഞില്ല. ഞാൻ അങ്ങനെയാണ്, എന്റെ ഉപ്പ അങ്ങനെയാണ്. അത് നമ്മൾ ജനറ്റിക്കലി കിട്ടിയൊരു പ്രശ്നം. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് വിചാരിച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പൊ അതൊക്കെ തന്നെ എനിക്ക് പബ്ലിക്കിൽ പോകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒരു നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോ ഉണ്ടാവുന്ന ഒരു കംഫർട്ട് കുറവുണ്ടാവും. മീൻസ് നമ്മളിപ്പോ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ ഇടപെടുമ്പോളേ, ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയി, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സൗണ്ട്, സംസാരം, കഥ, ചിരി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആള് ചിലപ്പോൾ ആരെങ്കിലും രണ്ടാൾ വന്നിട്ട് ഇങ്ങനെ ആളല്ലേ കാണലിട്ടോ വീഡിയോ ഒക്കെ ഓക്കെ സന്തോഷം താങ്ക് യു എന്നൊക്കെ പറയും. അവരപ്പുറത്തെ സീറ്റിൽ പോയിരിക്കും, പിന്നെ നമ്മൾ മ്യൂട്ടായി. അതായത് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റാത്ത ആ ഒരു ചെറിയ അത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോവും. അപ്പൊ പെട്ടെന്ന് നമ്മളെ കൂടെ ഉള്ള ഫ്രണ്ട്സിനോ അല്ലെ വൈഫാണെങ്കിലോ കസിൻസ് ആണെങ്കിലോ ഒക്കെ അവർക്കും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ അറിയാണ്ടൊന്ന് ഒന്ന് പിന്നെ സൗണ്ട് ഒക്കെ ഒന്ന് കുറയും, അങ്ങനെ ആയി പോവും അത്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ശേഷം രണ്ട് സിനിമകളിൽ ഭാഗമായിട്ടുള്ളത് അതൊരു കൂട്ടത്തില് ഈ ടീമിന് ഭയങ്കര ഒരു അഭിമാനമായിരുന്നു. ഉറപ്പല്ലേ, നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ. കാരണം നമ്മൾക്ക് സിനിമ ഒരു വിദൂര സ്വപ്ന. ഞാൻ ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന ഇന്ത്യ നാട്ടിൽ നിന്നുകൊണ്ട് ഞാൻ സിനിമ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ടി വിയിലോ സ്ക്രീനിലോ കാണാം. ഞങ്ങളൊരു ഷൂട്ടിങ് പോലും കണ്ടില്ല. പാലേരി മാണിക്കം എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒരു ഷൂട്ടിങ് ഈ അടുത്തുള്ള പ്രദേശത്ത് വന്ന സമയത്ത്, അതായത് പാലേരി മാണിക്കം ഏത് ഇയറിലാണോ ആ ഒരു സമയത്തല്ലാതെ അന്നാണ് ഞങ്ങളെ നാട്ടിലൊരു ഷൂട്ടിങ് വരുന്നത്. അതായത് പണ്ട് കഥ പറയുമ്പോൾ സിനിമയിൽ പറഞ്ഞ മാതിരി ഈ എല്ലാവരും വാനൊക്കെ വരുമ്പോൾ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സാധനം അന്നാണ് മമ്മൂക്ക വന്ന് അഭിനയിക്കണതൊക്കെ. അപ്പൊ അതുവരെ നമുക്ക് ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ സിനിമയൊക്കെ ഒരു വിദൂര സ്വപ്ന. അപ്പൊ ഇതിൽ വന്ന് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സേജ് വരുന്നു, ഒരു അസോസിയേറ്റ് ഡയറക്ടറിന്റെ നമ്പർ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു എന്ത് പരിപാടിയാണെങ്കിലും താല്പര്യം. പോകുന്നു, അന്ന് ബേസിലേട്ടനെ കാണുന്നു, ജോണി ആന്റണി സാറിനെ കാണുന്നു, ഒക്കെ ഭയങ്കര നമുക്കൊരു വലിയ വണ്ടറാ. കാരണം ജോണി ആന്റണി സാർ തന്നെ CID മൂസ മാത്രം മതി ആ പുള്ളിനെ ഓർക്കാര്. അതേമാതിരി ബേസിൽ സാറാണെങ്കിലൊക്കെ അവർക്ക് പിന്നെ അവരൊക്കെ ഒരുപാട് ഇതാക്കി കിട്ടും. ആ സമയത്ത് 2 ദിവസം ഞാൻ അവരെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും യൂട്യൂബും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളോട് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്കൊരു എനർജി കാണും. എന്നോട് ഇരുന്നിട്ട് കാരവൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടോ, വീഡിയോ കാണിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോസ് കാണിച്ചത് സത്യം പറഞ്ഞാൽ ബേസിലേട്ടൻ പറഞ്ഞിട്ട് വരില്ല, ഫോൺ മാറ്റേണ്ടി വന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഒരു ഫോണിൽ സ്പേസ് ഇല്ല, അപ്പോൾ യൂട്യൂബ് ലോഡ് ആവുന്നില്ല, ഇന്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഷൂട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ ഫോണിൽ ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അത് ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊക്കെ ഡിലീറ്റ് ആക്കി. പറഞ്ഞു കുറച്ച് സ്പേസ് ഉള്ള ഒരു ഫോൺ വാങ്ങിക്കൂടെ? അപ്പൊ എന്റെ ഫോണിൽ സേവ് ചെയ്ത കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചെടുത്ത് പുള്ളി പറഞ്ഞു കണ്ടിന്യൂ ചെയ്തോ, കാരണം ആൾക്കാരുടെ ഒരു ഇഷ്ടം കിട്ടുന്നതല്ലേ, വെറുതെ നിർത്തണ്ട. അപ്പൊ ഈ ജോലിന്റെ കേസ് പറഞ്ഞിട്ടൊന്നും നിർത്തൊന്നും വേണ്ട, അതെ അത് പറഞ്ഞു പുള്ളി. ഞാൻ യൂട്യൂബ് ഇതിലൂടെയൊക്കെയാണ് ഞാനും വന്നത്, എവിടെയെങ്കിലുമൊക്കെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ശരിയാണ്. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് അറിയില്ല ആരോട് പോയിട്ട് ആ ചാൻസ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിലെത്തുക, നമ്മൾ ആരൊക്കെ പ്രീതിപ്പെടുത്തണം, ഇതൊന്ന് നടന്നു കിട്ടണമെങ്കിൽ നമുക്കറിയില്ല. എറണാകുളത്ത് പോയി ഫ്ലാറ്റ് എടുത്തതൊക്കെ കഥകൾ ഒരുപാട് ആൾക്കാരുടെ കേൾക്കുന്നുണ്ട്. അത് വിചാരിച്ച് ഞാൻ നാളെ രാവിലെ എറണാകുളത്ത് വന്ന് MG റോഡിൽ എവിടെയെങ്കിലും ഫ്ലാറ്റ് എടുത്ത് നിന്നതിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ ക്യാരക്ടർ കൊണ്ടും ചിലപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ അത് കഠിനകടോരം കിട്ടി. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞ സിനിമയിൽ അത്യാവശ്യം ഒരു ത്രൂ ഔട്ട് സാധനം ചെയ്തു. പിന്നെ അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ ഈ അടുത്തിറങ്ങി. അഭിലാഷത്തിൽ ഞാൻ ശരിക്കും 1 ഡേ ചെയ്യാൻ പോയിണ്ടായിരുന്നു. പക്ഷെ ആ സീനിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ നമുക്കത് ഇതാക്കാൻ പറ്റിയില്ല. അഭിലാഷത്തിൽ ഞാൻ ഷൈൻ ടോമിന്റെ ഒരു ഏരിയയിൽ ചെറിയൊരു വേറൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നത് അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നു. അപ്പൊ അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആ സിനിമ ഇറങ്ങി തിയേറ്ററിൽ അത് കാണാൻ പറ്റില്ല. OTTയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സിനിമ. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്കിങ്ങനെ അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര വിഷമം. കാരണം ഒരു ചെറിയ സീനേ ഉള്ളൂ. അന്ന് ശരിക്കും എന്നോട് നല്ലൊരു ക്യാരക്ടറിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ. പക്ഷെ ആ സമയത്ത് ഞാൻ ദുബായിലിരുന്നു. അപ്പോൾ എനിക്കൊരു 3 മാസത്തേക്ക് നാട്ടിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ അന്ന് ആ ക്യാരക്ടർ മിസ്സാവേണ്ട ഒരു വിഷമമുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ടുണ്ട്. അപ്പോഴാണ് എന്നോട് ഈ AD പറഞ്ഞു വേണമെങ്കിൽ ചെറിയൊരു പരിപാടി ഉണ്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ആ ദിവസം പോകുന്നത്. പക്ഷെ അത് നടന്നില്ല. എന്നിട്ട് ഞാൻ ഡയറക്ടർക്ക് മെസ്സേജ് അയച്ചു. ഈ സ്റ്റോറി ഞാനൊരു സ്റ്റോറി ഇട്ടു ഈ അഭിലാഷം കണ്ടതിന് ശേഷം. ഡയറക്ടർ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി റിപ്ലൈ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ദിവസം അവിടെ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ പുള്ളിൻ്റെ നമ്പർ ചോദിച്ചു. ഷംസു സൈബ് എന്നെ വിളിച്ച് ഞങ്ങൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് ഞാൻ പറഞ്ഞേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് ടച്ച് ചെയ്ത സിനിമ, ആ പാർട്ടാവാൻ പറ്റാത്തതിലുള്ളൊരു വിഷമേ ഉള്ളൂ. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു അത് പാർട്ടായില്ലെങ്കിൽ നമ്മളെ പാർട്ട് തന്നെയാണ്, കാരണം അന്നൊരു ദിവസം മൊത്തം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താണ്. പുള്ളി പറഞ്ഞു നമുക്ക് മീറ്റ് ചെയ്യാൻ കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ ഇപ്പൊ ഇതാണല്ലോ തന്നത്, ഈ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണല്ലോ. ഈ മലപ്പുറം ഈ കോഴിക്കോട് സ്ലാങ്ങിലാണ് ഡയലോഗ് ഒക്കെ പറയാം. അത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ചിരി വരും കുറെ നമ്മൾ കാണുമ്പോ. പക്ഷെ ഈ ഡയലോഗുകളൊക്കെ കാണുന്നവര് വളരെ സിമ്പിൾ ആയിട്ട് 2 ഡയലോഗ് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് പോവാ. ഇത് 2 ക്യാരക്ടറായിട്ട് ചെയ്യണം.
അതിനൊരു ടൈം എടുക്കും. ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യല്. അതിന് ഏകദേശം എത്ര ടൈം എടുക്കും ഈ പറഞ്ഞ? കണ്ടന്റ് ആക്കാനാണ് സമയം. ഷൂട്ട് ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് ഈസിയാന്ന് പറയാം. പക്ഷെ ഈ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യാൻ അത് ഡിപ്പെൻസാ. ഞാൻ 1.5 മാസം കൊണ്ടൊക്കെ ആക്കിയെടുത്ത സാധനങ്ങളുണ്ട്. 1.5 മിനിറ്റിന്റെ സാധനം. അത് ഏതായിരിക്കും ഈ 1.5 മാസം റെയ്ഡ്. 1.5 മാസം എടുത്തു. അതെന്താ വെച്ചാൽ അതിന്റെ ക്ലൈമാക്സ്. കാരണം എനിക്ക് വേറെ ആളില്ലല്ലോ. അപ്പൊ ഞാൻ പലതും ആലോചിച്ചു. അപ്പൊ ഒരു സാധനത്തിൽ ഞാൻ കൺവിൻസ്ഡ് ആവില്ല, എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവണില്ല. അവസാനം ഏതോ ഒരു സെക്കൻഡിലാണ് എനിക്ക് ഇതിലൊരു ഓക്കെ, ഒരു ഗേൾ ഫ്രണ്ടിനെ അവനെ ഒളിപ്പിച്ചാൽ അങ്ങനെ ഉണ്ടാവും. എല്ലാ സാധനവും കിട്ടി. പിന്നെ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണുമ്പോൾ കല്യാണം കഴിയാത്തൊരു ഏട്ടന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അഫെയറിലേക്കൊന്നും എത്താൻ പറ്റാത്ത ഒരാള്. അപ്പൊ അനിയൻ സുഖസുന്ദരമായിട്ട് ഒരു പെൺകുട്ടീനെ റൂമ് കയറ്റിയിട്ടുണ്ട്. അതെത്തി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പക്ഷെ എവിടെ പെൺകുട്ടി എവിടെ? നമ്മൾ ആരോടും കൊളാബ് ചെയ്യാൻ പോണില്ല. നമുക്ക് വേറെ അങ്ങനത്തെ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെയൊന്നും ഇതിലേക്ക് ഇന്നാക്കാൻ പറ്റിയാലും. പക്ഷെ അത് ആ കണ്ടന്റ് ക്ലൈമാക്സ് ഫിക്സ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ദിൽഫനോട് പറഞ്ഞിട്ട് സമ്മതിപ്പിച്ചു. പക്ഷെ അതൊന്നും ആയി കിട്ടാൻ സമയം എടുത്തിട്ടുണ്ട്. 2 അനിയന്മാരുള്ളതുകൊണ്ട് ആ കഥ റിയൽ കഥയാണോന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാം. അല്ല, പക്ഷെ ഞങ്ങളെ വീട്ടിൽ അങ്ങനത്തെ കഥകൾ ഉണ്ടായില്ല എന്നൊക്കെ തോന്നുന്നു. ഞാനും അനിയനും തമ്മിലുള്ള കഥ ശരിക്കും എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം ഇല്ല, അങ്ങനെ തന്നെ പറയാം. ഏറെക്കുറെ അതെന്തുകൊണ്ടാ അറിയില്ല. ചിലപ്പോ പല വീട്ടിലും ഈ ചില ആൾക്കാർ എൻ്റെ നമ്പറൊക്കെ റിലേറ്റീവ്സിനോട് വാങ്ങിയിട്ട് ചില താത്തമാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, എൻ്റെ മക്കൾ ഇങ്ങനെ ഉണ്ട്, ഇവർക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവലുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, ഇത് എന്റെ വീട്ടിലുണ്ടായതല്ല. അതേമാതിരി ഇവര് തമ്മിലുള്ള അടി, ഇവരെ ഇങ്ങനെ എനിക്ക് വോയിസ് അയച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് വേണമെങ്കിൽ കണ്ടന്റ് ആക്കിക്കോന്നൊക്കെ പറയാൻ ഈ ഡ്രസ്സ് തമ്മിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള്. അപ്പൊ എന്നോട് ചിലരൊക്കെ പറയും, നിങ്ങൾക്ക് തന്നെ അറിയാൻ മതി, ആൺകുട്ടികളല്ലേ വീട്ടില്. പക്ഷെ ഞങ്ങളെ വളർത്തിയത് ഉമ്മന്റെ ഉമ്മയാണ്. പിന്നെ ഉമ്മ ജോലിക്ക് പോകുന്നോണ്ടും ഞങ്ങൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്താണ് നിന്ന്. ഇപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം വിശ്വാസം എന്നറിയില്ല, ഞങ്ങൾ ഇതുവരെ തമ്മിൽ ഒരു അടി ഉണ്ടായി. 3 ആൺകുട്ടികൾ. അതിന്റെ ഉമ്മനോട് ഓഫീസിൽ നിന്ന് ഉമ്മന്റെ കൊലീഗ്സ് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഷൈന ഈ 3 ആൺകുട്ടികൾ ആ പുരയിലിട്ട് പോരുന്നതെന്ന്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പുര പൊളിച്ച് പന്തലിട്ടുണ്ടാവുന്ന. പക്ഷേ ഈ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെതായുള്ള ആളെ കെയർ ചെയ്ത്, അവൻ അവൻ്റെതായുള്ള ആളെ കെയർ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു എന്തോ പഠിച്ചം സഹായിച്ച് അങ്ങനെ പോയത്. ഒരു അടി ഉണ്ടാക്കുക, ഒരു കച്ചറ ഉണ്ടാക്കുക, അടി കൂടുക, അതിലെന്തെങ്കിലും ഒരു വാശി പ്രശ്നങ്ങൾ ഇന്ന് വരെ അൽഹംദുലില്ലാ ഉണ്ടായില്ല. ഇനി അങ്ങോട്ടും ഇല്ലാതൊക്കെ. ഈ 3 ആൺകുട്ടികള് വീട്ടിൽ ഒരുമിച്ച് ഉണ്ടാകുമ്പോഴുള്ള ഒരു ഗുണം എന്താ? 2 പെൺപിള്ളേരാണെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സ് മാറ്റിയെടുക്കും, കിട്ടാറേ പ്രയാസമാണ്. എങ്കിലും 3 ആൺകുട്ടികളുള്ളപ്പോൾ ഉള്ള ഒരു ഗുണം എന്താ? 3 ആൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ 3 ആളും 3 കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കാരണം എന്റെ നേരത്തായ അനിയത്തിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അനിയനും പിന്നെ അവനും മറ്റേ അനിയനും തമ്മിൽ അത്ര വ്യത്യാസമില്ല. പക്ഷെ 3 ആളും തമ്മിലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് 3 സർക്കിളുള്ള കഥകൾ കിട്ടും, തമാശകൾ കിട്ടും. അപ്പോ എനിക്കുണ്ടാവുന്ന അനുഭവമായിരിക്കും എന്റെ അനിയൻ ഉണ്ടാവുക. കാരണം എന്റെ അനിയനും ഞാനും തമ്മിലൊരു 6-7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഓന്റെ കോളേജിൽ നടക്കുന്ന കഥയും എന്റെ കോളേജിൽ നടന്ന കഥയും ആ ഒരു 6-7 വർഷത്തെ ഗ്യാപ്പിൽ ഉള്ള സംഭവങ്ങൾ. അപ്പൊ അനിയൻ ഇർഷാദിന്റെ കോളേജിൽ നടന്ന കുറെ സാധനങ്ങൾ ഞാൻ കണ്ടന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ അതൊരിക്കലും എനിക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം നമ്മൾ അതിന്റെ മുന്നേ കോളേജ് കഴിഞ്ഞു പോയ ആൾക്കാരാണ്. അതൊരു രസം, തമാശകള്, പുതിയ കുറെ തന്നെ മെയിനായിട്ട് സംസാരമാണ് രസം. പിന്നെ ഇപ്പൊ ഈ കോവിഡിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ രസമാണ് ഒരുമിച്ചിരുന്ന് റീല് കാണുക. ബെഡില് രാത്രി 3 ആളും കൂടി ഉണ്ടെങ്കിൽ എല്ലാരും കൂടി ഇരിക്കുക, റീല് കണ്ടിച്ചിരിക്കുക. അത് റീലായിക്കോട്ടെ, ഇനിയിപ്പോ സിനിമ ആണെങ്കിലൊക്കെ അതൊരു രസം. നമുക്കൊരു ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ വൈബ് തന്നെ കിട്ടും. നമ്മളെ സിബ്ലിങ്സിന്റെ അടുത്ത് നമ്മൾ ഓരോയിട്ട് ആ ഒരു അറ്റാച്ച്മെന്റിലാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടുക സാധനം. ഏറ്റവും താഴെയുള്ള ആളും ജാസ്മിൻ എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട്? ഓനും ഞാനും 10 വയസ്സിന്റെ വ്യത്യാസം. അവനാണ് എന്റെ ക്യാമറമാൻ. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയും. ആയിരിക്കാം. എനിക്കെന്തായാലും ഒരു ചെറുപ്പം മുതലേ നമ്മള് അങ്ങനെ തന്നെ പോകുന്നതാണ്. അതുകൊണ്ട് ഈസിയാണ് കുറച്ചുകൂടി. പിന്നെ അനിയൻ തന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടീമായിട്ട് കൊളാബ് ചെയ്ത് ഇതുവരെ ചെയ്യേണ്ടി വന്നില്ല കാര്യങ്ങൾ. അവൻ തന്നെ എഡിറ്റ് ചെയ്യും, അവൻ തന്നെ ക്യാമറ ചെയ്തു തരും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ഐഡിയാസ് അവനക്കുണ്ട്, മ്യൂസിക്സ് കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അപ്പൊ ഞാനന്ന് പെർഫോം ചെയ്ത് കൊടുത്താൽ മതി, ആൾ എഡിറ്റ് ചെയ്തോളൂ. ആളില്ലാത്ത സമയത്ത് മാത്രം ഓനും വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാത്ത സമയത്ത് മാത്രം ഞാൻ എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ പുള്ളി തന്നെ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പാകത്തിനാക്കി തരും. ഞാൻ സംസാരിക്കുമ്പോൾ എവിടേക്ക് ബേസിലിന്റെ ഒക്കെ ഒരു ആർക്കെങ്കിലും തോന്നി? എനിക്ക് മാത്രമാണ്, എനിക്ക് എവിടെയൊക്കെ തോന്നി. ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞോട്ടോ, നമ്മളെ ചില ആൾക്കാർ ഞാൻ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണോ പറഞ്ഞത്
അതുപോലെ പറഞ്ഞു പോണൊരു പ്രശ്നം എനിക്ക് ഉണ്ട്. അത് ഈ ഇവരെ കേസിലല്ല, ഞാനിപ്പോ എന്റെ ഉപ്പന്റെ ഒരു കാര്യം പറയുമ്പോ എന്റെ ഉപ്പ സംസാരിക്കണമായിരുന്നു ഞാൻ പറയാം. അതെവിടോ കുടുങ്ങിപ്പോയ പ്രശ്നം. ചിലപ്പോ നിങ്ങളെപ്പോ ഞാൻ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അത് അങ്ങനെ അയാളോട് അത് ഞാൻ ദിൽഫ വന്നിട്ട് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ ഞാൻ പറയൂ ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറയാന്ന് പറയും. അത്രേ ഉള്ളൂ. ഇപ്പൊ കഥ പറച്ചിലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പം ചുമ്മാ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ്. അല്ലെങ്കിൽ ആ വിഷയം എല്ലാവർക്കും പറ്റില്ല കഥ പറയാം. പക്ഷെ നമ്മൾ കാണുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഇരിക്കുമ്പോ പറയുന്ന അത്രയും നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല എന്നാണ് പറയാ അല്ലെ ഫ്രണ്ട്സ് എല്ലാവരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ എനിക്ക് അത് ഓർക്കുമ്പോ എന്താ ഓർമ്മ ഇരുന്നൊരു കഥ പറയാം. ഇപ്പൊ ഇന്നലെ ഒരു സമരമായിരുന്നല്ലോ, സമരം എന്ന് പറയുമ്പോൾ സമരത്തിനെ പറ്റി അങ്ങനെ ഒരുപാട് കഥ പറഞ്ഞപ്പോ നമ്മളൊന്നും ഒരു പാർട്ടിയിലൊന്നും ആക്റ്റീവ് ഒന്നും അല്ലാത്തതുകൊണ്ട് സമരത്തിനൊന്നും പോയി ശീലമല്ല. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ലോ കോളേജിലാണ് പഠിച്ചത്, അതുകൊണ്ട് ഇഷ്ടംപോലെ സമരം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ നിർബന്ധിതമായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മളെ സമരത്തിന് കൊണ്ടുപോകും. അല്ലാതെ സമരത്തിന്റെ കഥ വേറൊരു കാര്യമുണ്ട്. ഇത് സമരമായിട്ട് ബന്ധപ്പെട്ട കഥ അല്ല, പക്ഷെ 2 ദിവസം മുന്നേ ഇത് ബസ് പണിമുടക്കല്ലേ, അപ്പോ സ്വകാര്യ ബസ് പണിമുടക്ക്. അപ്പൊ ഞാന് രാവിലെ ദിൽഫനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു, ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് നൈറ്റിൽ ഷിഫ്റ്റ് കഴിയുന്ന സമയത്ത് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നല്ല മഴ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു അനുഭവം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു, എനിക്കൊരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് ബസ് ഇല്ലാത്തതിന്റെ പേരിൽ KSRTC അധികം ട്രിപ്പ് ഓടുന്നുണ്ടെങ്കിലും നല്ല റഷാണ് KSRTCയിൽ. അപ്പൊ ഞാൻ കാറിൽ ഇങ്ങനെ പോയിട്ട് നമ്മളെ കാലിക്കറ്റ് N80 അവിടെ എത്തിയപ്പോൾ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ചു. പെട്ടെന്ന് ആളെന്തായാലും ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഒരു കാറിന് ലിഫ്റ്റ് ചോദിക്കുന്നത്, കാരണം രാത്രിയാണ് സമയം. അപ്പൊ ലിഫ്റ്റ് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഹമ്പ് ഉണ്ട് N80 മുന്നേ. അപ്പൊ ആ ഹമ്പ് മുതലേ എനിക്ക് ഈ ആളെ കാണാം, അയാൾക്ക് എൻ്റെ വണ്ടിയും കാണാം. അപ്പൊ ആള് ലിഫ്റ്റ് ചോദിച്ചാൽ നിൽക്കുന്നത്. ഒരു ഇതുണ്ട്, ട്രോളി ബാഗും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ എന്തോ യാത്ര പോകേണ്ട ഒരാളാണ്. അപ്പൊ എനിക്ക് ആ 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് കൺഫ്യൂഷൻസ് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് എനിക്കിങ്ങനെ ആരെ കയറി ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് പണ്ട് ലിഫ്റ്റ് കൊടുത്ത് 2 നല്ല പണി കിട്ടിയതാ. അത് മീൻസ് കുറച്ച് ഞാൻ ആണുങ്ങളായിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ ഈ അർദ്ധരാത്രിയൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ പാവം തോന്നി കയറ്റും. പക്ഷെ രണ്ടും എനിക്ക് ഒരു ക്രിമിനൽ പോയിന്റിലുള്ള ആൾക്കാരാണ് ഞാൻ ലിഫ്റ്റ് കൊടുത്തത്. വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിയില്ല, പക്ഷെ എനിക്കൊരു പേടി കുടുങ്ങി. പിന്നെ ഒരാളെന്നോട് പറഞ്ഞ കാര്യം, ഒരിക്കലും നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പുള്ളി കാപ്പ ലിസ്റ്റിലുള്ള ആളാ. പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് എന്നെ വണ്ടി കയറ്റിയത്. പിന്നെ പുള്ളി കുറച്ച് ഇതിലാ. അപ്പോ പുള്ളി ചോദിച്ചു, എന്ത് ധൈര്യത്തില് അർദ്ധരാത്രി ഒരാളും പേരും അറിയാത്തൊരു സ്ഥലത്തൊന്നും നീ ആളെ കയറ്റാൻ പാടുണ്ടോ. ഞാൻ ഇങ്ങനെ ഓടിക്കുക, കാരണം കാപ്പ ലിസ്റ്റ് എന്താ അറിയോ ചോദിച്ചു. ഞാൻ ലോ കോളേജ് പഠിച്ചല്ലോ, എനിക്കറിയാം കാപ്പ ലിസ്റ്റ് എന്താന്നൊക്കെ. ഞാൻ അതിലുള്ള ആളാ. അത് എന്തൊരു അഭിമാനത്തോടെ പറയണത്, എന്തോ മറ്റേ ധീരതക്കുള്ള അവാർഡ് കിട്ടിയ. ഞാൻ ടെൻഷനായി. പക്ഷെ പുള്ളി ആള് ഓക്കെ ആണെങ്കിലും അതിന് ശേഷമുള്ള നമ്മൾ ആ ജേണി എന്ന് പറയുന്നത് വല്ലാത്തൊരു ജേണി. അതിപ്പോ ഇവിടെ പറയണ്ട. ഏതായാലും അപ്പൊ ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ 2 വട്ടം ആലോചിച്ചു, ഞാൻ ഇയാൾക്ക് നിർത്തി കൊടുക്കണോ. പക്ഷെ എനിക്കാണെങ്കിൽ എന്തോ ഒരു വിഷമാവും ചെയ്യാ, കാരണം ചെറിയൊരാളാണ്. അപ്പൊ അയാൾക്കവിടെ പോവാണ്ട്. അത് ഞാനങ്ങ് സ്ലോ ആക്കിയപ്പോൾ പെട്ടെന്ന് ഗ്ലാസ് താത്തി മഴ ഉണ്ട്. ഓടി വന്നിട്ട് എന്നോട് ചോദിച്ച്, കോഴിക്കോടേക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്. ഞാനും കൂടി വരട്ടെ എന്ന് വെച്ച്. കുറേ നേരമായി നിൽക്കുന്ന ബസ്സൊന്നും വരില്ല. ഞാൻ പറഞ്ഞാൽ കയറിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആള് കയറി. അപ്പൊ ആളെ കയ്യിൽ ഫോണ് ഓണാണ്, മീൻസ് ആരോടോ കോളില്ല ഫോണുള്ളത്. കയറി വണ്ടിയിൽ ഇരുന്ന പാടന്നെ ഫോൺ എടുത്തിട്ട്, എനിക്കൊരു വണ്ടി കിട്ടി, ഞാനിങ്ങനെ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, ഇല്ല പ്രശ്നമില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാക്കാം എന്താ സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നാണ് ഫോണ്. അപ്പം വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവും, ആരെ കൂടെയാണ് കയറിയത്. അപ്പോ കുട്ടിക്കത് പറയാൻ വയ്യല്ലോ, ഇത് കണ്ടാൽ മാന്യനായിട്ടുള്ള ഒരാളാണ് എന്നൊന്നും വീട്ടിലേക്ക് അങ്ങനെ നമ്മളെ മുന്നൊന്നും പറയാൻ പറ്റില്ല. ചോദിക്കുന്നത് അതൊക്കെ തന്നെ ആയിരിക്കും, ആരാ എന്താ. അപ്പൊ ആളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇല്ല കുഴപ്പമില്ല, ഇല്ല പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ആളോട് വണ്ടി നമ്പർ ചോദിച്ചിട്ടുണ്ട്. അവനോട് പറഞ്ഞു, അതൊക്കെ ഇപ്പൊ കേറുമ്പോ നോക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി, ഇതാണ് ചോദിച്ചത്. അപ്പോ എനിക്കിതിൽ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മളെ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടീൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ ആരങ്ങനെ ചോദിച്ചാലും ടെൻഷൻ അടിക്കണതിൽ ഒരു കുറ്റം പറയല്ല. അത് നമ്മൾ മോശക്കാരനായതുകൊണ്ട് ചോദിക്കാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിത് മനസ്സിലാക്കിയ പോയിന്റിൽ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതായത് നമ്മളെ ഗ്ലാസിന്റെ മുകളിൽ RTOന്റെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അതിൽ നമ്മളെ വണ്ടി നമ്പറും
വണ്ടി ഇറക്കിയ ഡേറ്റും ഉണ്ടാവും. ഞാൻ അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത്. അപ്പൊ ആ കുട്ടിക്കും കാര്യം മനസ്സിലായി. അപ്പൊ അവള് നോക്കിയിട്ട് എന്റെ വണ്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു കൊടുത്ത്. രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞു കൊടുത്ത് അടുത്ത ചോദ്യം പേരെന്താന്നുള്ളതാ. അപ്പൊ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എന്നിട്ട് ഇന്നിങ്ങനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഹിജാസ് എന്നാ പേര് എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഇജാസ് എന്ന പേര് പറഞ്ഞു. ഞാൻ നിങ്ങളെ വിളിക്കാന്നുണ്ട്. കട്ട് ചെയ്തിട്ട് പറഞ്ഞു സോറി ഇട്ടോ വീട്ടിൽ. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, എൻ്റെ ഉമ്മയൊക്കെ ഇതിനേക്കാ ബേജാറുള്ള ആളാ. ഇതിപ്പോ ഒരു പെൺകുട്ടിയാന്ന് വിചാരിക്കുക, ഞാനൊരു ആൺകുട്ടി വണ്ടി കയറിയാൽ തന്നെ ഉമ്മ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഈ ചൂണ്ടി കാണിച്ചു കൊടുത്ത സമയത്ത് അവിടെ സ്റ്റിക്കർ ഉണ്ട്, ഡോക്ടറുടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ അത് വൈഫ് ഡോക്ടർ ആയതുകൊണ്ട് പണ്ട് നിപ്പ ലോക്ക്ഡൌൺ ഒക്കെ വന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ടാ പോവാ. ആ സമയത്ത് സ്റ്റിക്കർ വേണ്ടി അന്ന് ഒട്ടിച്ചതാ, ഇതുവരെ ഊരിയില്ല. അപ്പോൾ ഇത് കണ്ടു ഇയാള്. അപ്പൊ ഇയാൾ ഇതിലിങ്ങനെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു സാറ് ഡോക്ടറാണോ എന്ന് ചോദിച്ചു. അവിടെ എനിക്ക് ചെറിയൊരു സംഗതി വന്നു. അതായത് കോളേജിലൊക്കെ പഠിക്കുമ്പോഴുള്ള ഒരു തമാശ, നമ്മളെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് കുറെ കാലം അടക്കി വെച്ച ഒരു സ്വഭാവമായിരുന്നത്. അപ്പോ എനിക്കിങ്ങനെ എന്തോ ഇയാളടുത്ത് ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോ പെട്ടോ ഒരു സെക്കൻഡ് ആ പഴയ ഒരു കൗതുകം വന്നപ്പോ സാറ് ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറല്ല, ഞാൻ മാഡത്തിന്റെ ഡ്രൈവറാണ്. ഞാനൊരു ടീഷർട്ടും ഒരു ട്രാക്ക് പാന്റ് മറ്റേ ഇതും ഇട്ട കാർഗോസ് ഇട്ടിട്ടിരിക്കണം. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആ പോയിന്റ് മുതൽ എന്റെ മറ്റേ ഇരുത്തൊക്കെ പോയി. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്താൽ ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ ഇരുന്നു. അപ്പൊ പുള്ളിക്കാരി ഓ അത് ശരി. ഞാൻ പറഞ്ഞു ഞാൻ മാഡത്തിനെ പിക്ക് ചെയ്യാൻ പോവാണ്, മാഡം കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്ക് ആള് കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ഒക്കെ ആയി. അപ്പൊ ഞാൻ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു അപ്പൊ എന്താ രാത്രി? ഞാൻ പറഞ്ഞു മാഡത്തിന്റെ ഷിഫ്റ്റ് ഇപ്പോഴൊക്കെ കഴിയാം, ഞാൻ രാവിലെ ഡ്രോപ്പ് ചെയ്യും രാത്രി പിക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ ഭയങ്കര സംസാരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ നല്ല രസമാണ്. പിന്നെ എന്നോട് ഇതിന്റെ ഡ്യൂട്ടി ടൈമിന്റെ കാര്യങ്ങൾ അപ്പൊ എന്നോട് ചോദിച്ചു ഇത്രയും വർഷമായിട്ടും മാഡത്തിന്റെ കൂടെ എണ്ണയാണോ? മാഡത്തിന്റെ കൂടെ. ഞാൻ പറഞ്ഞ മാഡത്തിന്റെ കൂടെ തന്നെ. ഇടയ്ക്ക് മാഡത്തിന്റെ ഫാദറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞാൻ പോകും. കാരണം ഞാൻ ദിൽഫന്റെ വാപ്പനെ കൊണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ഒന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പോകും എന്നല്ലാതെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് മാഡത്തിന്റെ കൂടെ ഉള്ള ജോലി. സത്യമാണ്, ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയതേ. അങ്ങനെ ടൗണിലെത്തിയപ്പോ എന്നോട് പറഞ്ഞ് ഇന്ന ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോകും, റെയിൽവേ സ്റ്റേഷനിലാണ് പോകേണ്ട ആള്, കണ്ണൂർ സൈഡ്. ഞാൻ ഇതൊക്കെ ആലോചിച്ച് ചിരിച്ചിങ്ങനെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിറ്റുവേഷൻ. ഞാൻ നേരെ പോയി നമ്മളെ ഡോക്ടേഴ്സ് പാർക്കിങ്ങിന്റെ അവിടെ നിർത്തി. ദിൽഫ ഡ്യൂട്ടി കഴിഞ്ഞ് സ്ക്രബ്സ് ഒക്കെ ഇങ്ങനെ വന്ന് നേരെ ബാഗ് ഇട്ടിട്ട് ഡോറ് തുറന്നൊരു നോട്ടം നോക്കിയിട്ട് എന്താ മോനെ ഒരു ചിരി. ഞാൻ ഇതിന്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ നിൽക്കുക. എന്താ മോനെ ഒരു ചിരി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒരു സംഭവം ഉണ്ടായതാണ്. പിന്നെ അവിടെ മുതൽ വീട് വരെ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഒരു കുട്ടിക്കാല ഓർമ്മ, സ്കൂൾ കാലഘട്ടത്തില് ഈ പറഞ്ഞ ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നല്ലോ. ഈ സുഹൃത്ത് വലയം എല്ലാരും കൂടെ ചെയ്ത ഒരു കുസൃതി, ഒരു മനസ്സിൽ ഒത്തിരി കുസൃതി പറയാൻ പറ്റുന്ന കുസൃതി എന്ന ആൾക്കാരുടെ പറയാൻ പറ്റണ കാര്യം അല്ല, അതല്ല കേട്ടോ. ഞാൻ പറയാം കുസൃതി എന്നൊക്കെ പറയാം, ബാക്കി എല്ലാരും മാനിക്കണല്ലോ. എന്റെ കൂടെ ആരൊക്കെ നടന്നത് എല്ലാവരും. പക്ഷെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജനിച്ച് വളർന്ന ഒരു നാടിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു എന്താ പറയാ ഒരു വലിയൊരു വൈൽഡ് കുസൃതിയിലേക്കൊന്നും നമ്മളാരും എത്തിപ്പെടൂല. കാരണം അത് എല്ലാം സിറ്റുവേഷനാണ്. നമ്മളെ നാടിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. എൻ്റെ നാടിനെ പറ്റി പറയേണ്ടി വരും. അത് പിന്നെ ഇവിടെ സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് റിലീജിയസ് ആയിട്ട് നമ്മളൊരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ കുറേ സ്കൂള് എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു നാടാണ്. ചേന്നമംഗലൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് നാട്ടിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഇസ്ലാഹിയ എന്ന് പറഞ്ഞ സ്ഥാപനമൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ നമ്മളൊക്കെ ജനിച്ച് വളർന്ന് പഠിച്ച് തുടങ്ങിയത് ഇവരെ മദ്രസകളിലും സ്കൂളുകളിലും പിന്നെ ഈ ഒരു ഓറയിലാണ്. നമ്മൾ ഇതിന്റെ ഒരു ഉള്ളിൽ ഇങ്ങനെ നിന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കുസൃതികളിലൊന്നും ഈ പറഞ്ഞ പോലെ വേറെ പ്രശ്നങ്ങളുള്ള കുസൃതിയില്ല. നമ്മളൊക്കെ ചെയ്യാതെ തന്നെ ഇപ്പൊ എന്താ പറയാ, ഈ ഞാൻ പറഞ്ഞല്ലോ സിനിമക്ക് പോവായിരുന്നു. അതിൽ പറയുകയാണെങ്കിൽ പറഞ്ഞ വലിയ ഞങ്ങളൊക്കെ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ടും അന്ന് ഞങ്ങൾ തെറ്റായിട്ട് കണ്ടതും റിസ്ക് എടുത്ത് ചെയ്തതുമാണ് ആദ്യമായിട്ട് ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ. ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് അങ്ങനെ പോയി കണ്ട സിനിമ പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമ. പഴശ്ശിരാജ റിലീസ് ആകുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയാണ്. അപ്പം ഞാനും എൻ്റെ ഈ പറഞ്ഞ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് തീരുമാനിച്ച് എന്ത് വില കൊടുത്തും ഇത് കാണണം. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഈ വേറെ കുട്ടികളുണ്ടാവുമല്ലോ, അവര് ഹോസ്റ്റലിലുള്ളവരുണ്ടാവും. അവരൊക്കെ ചിലപ്പോൾ എറണാകുളത്തൊക്കെ ലീവിന് പോയി വരുമ്പോൾ പറയടാ ഞാനിങ്ങനെ പന്നി കൂടെ പോയിട്ട് ഇത് കണ്ട് അടിപൊളി, ഇത് തിയേറ്ററിൽ സിനിമ തന്നെ തിയേറ്ററിൽ കണ്ടു. ഞങ്ങൾക്ക് ഇത് ഞായറാഴ്ച മറ്റേ ടി വിയിൽ വരണം. സൂര്യയിലോ ദൂരദർശനല്ല അന്ന് സൂര്യയും ഏഷ്യാനെറ്റൊക്കെ ഉണ്ട്, അതിലൊക്കെ വരണം. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് കാണണം. തൊട്ടടുത്ത് തിയേറ്റർ ഉണ്ട്, നമ്മളെ 4 കിലോമീറ്റർ പോയ തിയേറ്റർ ഉണ്ട്. അങ്ങനെ അവസാനം ഇതുപോലെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഓൻ മുൻകൈ എടുത്തിട്ട് ഓൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം, ആള് കാണുന്നുള്ളതല്ലേ, എല്ലാം ഞാൻ ചെയ്തുതരാം. അങ്ങനെ ഞങ്ങൾ പോയി
ഇവൻ പോയിട്ട് ടിക്കറ്റ് എടുത്ത്, ഞങ്ങൾ തിയേറ്ററിന്റെ മതിലിന്റെ പുറത്ത് ഒളിച്ചിരിക്കുക അങ്ങനെ കള്ളന്മാരെ പോലെ. എന്നിട്ട് ഇവൻ പോയി ടിക്കറ്റ് എടുത്ത് ഇവൻ മതിലിന്റെ പുറത്ത് വന്ന് ഇവര് ആളുകളെല്ലാം കയറി ബെല്ലടിക്കും. ഇപ്പൊ ബെല്ലുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അന്ന് ഒരു ബെല്ലടിച്ച പടം തുടങ്ങി എന്നുള്ള. എന്നിട്ട് ആ ബെല്ലടിച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ മതിലിന്റെ അടുത്ത് വന്നിട്ടാണ് പോരും തന്നെ എല്ലാവരും പമ്മി കാരണം ആള് കാണരുതല്ലോ ഇങ്ങനെയൊക്കെ എന്താ റെയ്ഡിലൊക്കെ പിടിച്ച പോലെ ഇങ്ങനെ മുഖമൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം ഇത് വീട്ടിലിറങ്ങാൻ പ്രശ്നമാവും. അങ്ങനെ കയറി തിയേറ്ററിന്റെ ഉള്ളിലെത്തി. ആദ്യത്തെ സീനൊന്നും എന്താന്ന് ഓർമ്മയില്ല, കാരണം നമ്മളിങ്ങനെ നോക്കണം ഇത് എവിടുന്ന ഈ ശബ്ദം. ആദ്യമായിട്ട് തിയേറ്റർ കാണല്ലേ, ഫുൾ ആളുകൾ ബാൽക്കണിയിലാണ് ടിക്കറ്റ് എടുത്ത്. അപ്പൊ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ജനം. കാരണം ഇന്നത്തെ തിയേറ്ററിൽ ഇന്ന് എത്ര തിയേറ്റർ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ഒരു 600-800 ആളെ കപ്പാസിറ്റിയിലെ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമല്ലേ. പിന്നെ അന്നൊക്കെ ഹൗസ്ഫുൾ ആ ഷോ, മമ്മൂക്കന്റെ പടം കൂടി ആയതുകൊണ്ട്. പിന്നെ പഴശ്ശിരാജ അറിയില്ല, അത്ര വലിയ ബിഗ് സ്കെയിൽ വന്ന പടം. അങ്ങനെ പേടിച്ചിരുന്ന് ഇന്റർവെൽ ആയപ്പോൾ ഓർമ്മയുണ്ട്, ഈ ലൈറ്റ് ഇടുന്ന അറിയില്ല, ഇന്റർവെല് അറിയില്ല, അതൊന്നും അറിയില്ല നമുക്ക്. പെട്ടെന്ന് ഇന്റർവെല്ലായി, ലൈറ്റും കിട്ടില്ല. ലൈറ്റും കിട്ടുമ്പോ നജീമേ മുഖം പൊത്തിക്കും, എല്ലാരും കൂടി മുഖം പൊത്തുകയാണ്. കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല. അപ്പൊ എല്ലാരും മുഖം പൊത്തുക. ഇവൻ ചോദിക്കട്ടെ ചായ പോപ്കോൺ എന്ന്, കാരണം ഇവരിതൊക്കെ ഒരുപാട് ശീലങ്ങളാണ്. നമ്മളെ എന്ത് ചായ, അത് എങ്ങനെയെങ്കിലും ലൈറ്റ് നോക്കാൻ പറയുന്നു. അങ്ങനെ പടം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ ഒരു ഇതിന്റെ എന്താ പറയാ ക്ലീനിങ്ങിന്റെ ആൾക്കാർ വരില്ലേ, ആ സമയം വരെ ഇരിക്കുകയാണ്. കാരണം ഇതിൽ ആരെങ്കിലും ഒരാൾ കണ്ട് പറഞ്ഞാൽ, ആരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നമല്ലേ. തിരിച്ചിറങ്ങി സംഭവം വീട്ടിലൊക്കെ അറിഞ്ഞു. ആ ഉമ്മ എന്നോട് വന്ന് സീക്രട്ടായിട്ട് പറഞ്ഞു ഓർമ്മയുണ്ട്, അങ്ങനെ പോയിന്നില്ലെന്ന് വെച്ച് ഞാൻ ടെൻഷനായില്ലേ. നമ്മള് വായിക്കുമ്പോഴാണ് വന്ന് പറയണേ രാത്രി. ഞാൻ പറഞ്ഞു അതുമ്മ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നമല്ല, വാപ്പ അറിഞ്ഞാണ്, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇനി ഇങ്ങനെ ഉണ്ടാവരുതിട്ടോ ആൾക്കാരൊക്കെ കാണാനല്ല. അത് എത്ര കൂളാക്കി ഇങ്ങനെ പോയി. അതൊക്കെ എവിടെ 2 ആഴ്ച കഴിഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് വരിക്ക് കൊണ്ടുപോകണത് പഴശ്ശിരാജ കാണിക്കാൻ. ഗവൺമെന്റ് ചെലവിൽ അതാ പോണ. നമ്മള് മതിലൊക്കെ ചാടി കഷ്ടപ്പെട്ട് പോയിട്ട് ഫുൾ ഗവൺമെന്റ് ചെലവിൽ കുട്ടികളെ വരിക്ക്. ഞാനും നജീമൊക്കെ അങ്ങനെ അല്ല, നമ്മളിപ്പോ എന്ത് ചെയ്ത് ഇതിനൊക്കെ പോരായിട്ട് പശ്ചാത്താപം പോരല്ലേ, ക്ഷമിക്കണേ ഇനി പോലെ ഇതെല്ലാരും അങ്ങനെ. അതൊക്കെ അതെല്ലാം പറയാ, അങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളു. ഇപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ ഒത്തിരി ചിരിച്ചു സത്യത്തില്. നമ്മളിപ്പോ റീൽസ് കാണുന്ന പോലെ തന്നെ ഇന്റർവ്യൂവിൽ ഒത്തിരി ചിരിച്ചു. അപ്പം ഒരുപാട് ഡ്രീംസിലുള്ള ഒരാളാണ്. ഈ എഴുതുന്നോണ്ട് ചോദിക്കാണ്, ഒരു സംവിധാനം എഴുത്തോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നും അത്യാഗ്രഹങ്ങളൊന്നും ഇതുവരെ മനസ്സിൽ വന്നില്ല. എഴുതുക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനും റീലാക്കാനും കഴിയാത്തതാണ് ഞാൻ എഴുതുന്നത്. വർത്താനം പറയാന്നുള്ള സാധനമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. അതായത് എനിക്ക് ഫോണിൽ കളിക്കുന്നതിനേക്കാളും സിനിമ കാണുന്നതിനേക്കാളും എല്ലാത്തിനെയൊക്കെ ഇഷ്ടം. ഇപ്പോൾ നിങ്ങളടുത്ത് ഇത്രയും സംസാരിച്ചപ്പോൾ വളരെ കംഫർട്ടബിൾ. നമ്മൾ ആദ്യമായിട്ട് കാണണം, പരിചയമല്ല, ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പക്ഷെ എനിക്ക് നിങ്ങളടുത്ത് വർത്താനം പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ. ഇങ്ങനെ വേണേൽ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാം. ചായയും കൂടി വേണമെന്നുള്ളൂ. ചായ കുടിക്കുക, സംസാരിക്കുക, ഇതാണ് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. ഫോണ് എത്ര വേണേലും മാറ്റി വെക്കാം. ഫോൺ വിളിച്ചാലും എടുക്കൂട്ടോ, വിളിച്ചാലും എടുക്കാത്ത പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. കാരണം എനിക്ക് എടുക്കാതെക്കാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വരിക അൺനോൺ നമ്പറിന്, നമ്മളെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട്, ജോലിയായിട്ട് ബന്ധപ്പെട്ട്. അല്ലാതെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മളെ സുഹൃത്തുക്കൾ പണ്ടൊപ്പരം പഠിച്ചോല് കല്യാണം വരെ ഇൻസ്റ്റഗ്രാമിൽ വിളിക്കും. എന്നിട്ട് എന്നോട് ഒരുത്തി പറഞ്ഞതാ, ഞാൻ അവിടെ വന്നിരുന്നു, അപ്പോൾ എന്നെ കണ്ടില്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ റിപ്ലൈ ഇല്ല. ഞാൻ പറഞ്ഞു ഈ എന്നെ വിളിക്കേണ്ടിയിരുന്നു, കാരണം മെസ്സേജ് എന്താ വെച്ചാൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാണ്, എനിക്കത് ഡിസ്ട്രാക്ട് ചെയ്യണത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ വാട്സപ്പിൽ അയച്ചാൽ ഞാൻ വാട്സപ്പ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കും, നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഓഫാ, എനിക്ക് അട്ടിങ് എന്നുള്ള മെസ്സേജ് എന്നെ ബുദ്ധിമുട്ടാക്കും. അതിപ്പോൾ എന്താന്നുള്ള സാധനം ഉണ്ടാവും. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എടുത്തു നോക്കും. പക്ഷെ ഇൻസ്റ്റ ഞാൻ വളരെ കുറവായിട്ട് എടുത്തു നോക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്കൊന്ന് വിളിച്ചാൽ മതി, നമ്പറില്ലേ? അല്ല, ഞാൻ പിന്നെ മെസ്സേജ് അയച്ച് കാണാത്തോണ്ട് ഞാൻ പറഞ്ഞു മെസ്സേജ് ഞാൻ കാണേണ്ടതാണല്ലോ, ഞാൻ ഇടക്കിടക്ക് എടുത്തു നോക്കും വാട്സപ്പ്. അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചേ, നിങ്ങളൊക്കെ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിലല്ലേ എന്നാണ്. അപ്പൊ ഇവള് തുറക്കുമ്പോ എന്റെ വീഡിയോ കാണുന്നുണ്ടോ, അത് വിചാരിച്ച് ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിലെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനൊക്കെ അയക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കണക്ഷനാണ് എനിക്ക് കിട്ടുന്നത്. അവരൊക്കെ വിചാരിക്കും നമ്മളുടെ എന്താ തുറന്നു നോക്കാത്ത, നമ്മളുടെ എന്താ എടുത്തു നോക്കാത്ത. എൻ്റെ ഒരു അവസ്ഥ അതാണ്. ഞാൻ മാക്സിമം ഈ ഒരു സമയം അല്ലെങ്കിൽ സിനിമ കാണാം, അതും അല്ലെങ്കിൽ പിന്നെ ഫോണിലായിരിക്കും. ഇത്രയും തിരക്ക് പിടിച്ച ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കാനും കേട്ടിരിക്കാനും മനസ്സിലാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയും ആളുകളോട് സംസാരിച്ച ആളുകളെ ചിരിക്കുക. എല്ലാരും അതൊക്കെ ചെയ്യണോ? ശരിക്കും സംസാരിക്കും വേണം, അതേപോലെ ലിസണർ വേണം. ഒരു ഗുഡ് ടോക്കർ ആണെങ്കിൽ ഗുഡ് ലിസണറും കൂടി ആവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.